ഒരു ബ്രാൻഡിന് വളരെ എസെൻഷ്യലായ കാര്യമാണ് ലോഗോ. സോ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് നമുക്കൊരു ലോഗോ ക്രിയേറ്റ് ചെയ്യാനായിട്ട് പിക്സാർട്ട് എന്ന് പറയുന്ന ആപ്പ് ഉപയോഗിക്കാം. സോ അതിൽ പോയിട്ട് ബാക്ക്ഗ്രൗണ്ട്സ് എടുത്തിട്ട് ഒന്നെങ്കിൽ വൈറ്റ് എടുക്കുക, അല്ലെങ്കിൽ നമുക്ക് ഏതെങ്കിലും കളേഴ്സിൽ ബാക്ക്ഗ്രൗണ്ട് ഏതാണോ ആവശ്യം നമുക്കതെടുക്കാം. അതിൽ പിക്ചേഴ്സ് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് പിക്ചേഴ്സും അവൈലബിൾ ആണ്. സോ നമ്മൾ ഉദ്ദേശിക്കുന്ന ടൈപ്പ് ഓഫ് ലോഗോയ്ക്ക് വേണ്ടിയിട്ട് ഞാൻ സ്റ്റിക്കേഴ്സിൽ പോയിട്ട് സെലക്ട് ചെയ്യുന്നത് ഒരു ഹാങ്കറാണ്. സോ ഹാങ്കറിൽ നിന്ന് നമുക്ക് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ പലതരത്തിലുള്ള ഹാങ്കേഴ്സ് നമുക്ക് കിട്ടും. സോ അതിൽ നിന്ന് നമുക്ക് വേണ്ട ഏതാണെന്നുള്ളത് സെലക്ട് ചെയ്യാം. അങ്ങനെ കുറച്ച് നേരം അത്യാവശ്യം ഇരുന്ന് കഷ്ടപ്പെട്ട് തപ്പി പിടിച്ച് ഞാൻ ലാസ്റ്റ് ഫൈനലൈസ് ചെയ്തത് ഇതായിരുന്നു. ഇനി ഈ ഹാങ്കറിൽ ഹാങ് ചെയ്ത് നിൽക്കുന്ന ഒരു W ലെറ്റർ ആയിരുന്നു എൻ്റെ മനസ്സിലുണ്ടായിരുന്നത്. സോ ഞാൻ അതിനായിട്ട് W ലെറ്റർ നമ്മുടെ ടെക്സ്റ്റിൽ പോയി ആഡ് ചെയ്തതിന് ശേഷം കളറിൽ നമുക്ക് ഗ്രേഡിയൻറ്റ് കളേഴ്സൊക്കെ കൊടുക്കാൻ പറ്റും. അതിന് ശേഷം ഞാനൊരു സർക്കിളും കൂടി ആഡ് ചെയ്യാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞാൻ പല കീവേഡ്സ് അടിച്ച് നോക്കി, പലതും സെർച്ച് ചെയ്ത് നോക്കി. പക്ഷേ എല്ലാം ഒന്നും ഞാൻ ഉദ്ദേശിക്കുന്ന പോലെ ഒന്നും വന്നിട്ടുണ്ട്. എൻ്റെ മനസ്സൊന്നിലും ഫിക്സ് ആയില്ല. അപ്പോഴാണ് എനിക്ക് വേറെ ഐഡിയ തോന്നിയത്. നമ്മുടെ തന്നെ ഐഡൻറ്റിറ്റി കുറച്ചുകൂടെ ഒന്ന് ക്ലിയർ ആക്കാൻ വേണ്ടിയിട്ട് വാംസിൻ്റെ ലെറ്ററിലെ എയും കൂടെ ഇൻക്ലൂഡ് ചെയ്യാമെന്ന്. സോ ഞാൻ എ എന്ന ലെറ്ററും കൂടെ ഈ ഒരു വി പോലെ ഷേപ്പ് വരുന്നിടത്ത് ഫിൽ ചെയ്യാമെന്ന് എനിക്ക് തോന്നി. സോ ഞാൻ അതുകൂടെ ചെയ്യുന്നുണ്ട്. സോ ലാസ്റ്റ് ഞാൻ ഫൈനലൈസ് ചെയ്ത സർക്കിൾ ഇതായിരുന്നു. ഇതൊരു പ്രീമിയം ലുക്ക് കൊടുക്കുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്തു. സോ ഞാൻ ലാസ്റ്റ് ഫൈനൽ ഔട്ട്പുട്ടാക്കി നമ്മുടെ ലോഗോ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് ഇങ്ങനെയാണ്. അപ്പം നിങ്ങൾക്ക് ഇങ്ങനെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് തന്നെ ലോഗോസ് ക്രിയേറ്റ് ചെയ്യാൻ പിക്സാർട്ട് ആപ്പ് ഉപയോഗിക്കാവുന്നതാണ്. ഓരോ ഡിസൈൻസും ഓരോ ക്ലോത്തിങ്സും ഒരു ഗിഫ്റ്റായിട്ട് കൊടുക്കാൻ ഞങ്ങളുടെ കൂടെ കൂടിക്കോളുക. സോ ഫോളോ ഫോർ മോർ.